ഞാൻ നവാസ്. പിന്നെ നിങ്ങളെങ്ങനെ ടൂർ ഇതെങ്ങനെ? നമ്മൾ അബ്ദുറഹ്മാനഗർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി സ്റ്റാഫൊക്കെയാണത്. നമ്മൾ ഇന്ന് രാവിലെ നമ്മളെ പഞ്ചായത്തിൽ ഏകദേശം 200ഓളം വരുന്ന വയോജനങ്ങളുമായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ കാരാപ്പുഴ ഡാമിലാണ് ഇപ്പോൾ ഉള്ളത്. എവിടെയൊക്കെ പോയി? നമ്മളിന്ന് രാവിലെ നമ്മുടെ പൂക്കോട്ടൂർ തടാകം പോയി, അതേപോലെ തന്നെ കല്ലച്ചിറ പോയി. പിന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി. എത്ര ബസ്, എത്ര ആൾക്കാരുണ്ട്? 4 ബസ്. എത്ര ആളുണ്ട്? 200ഓളം ആളുകളുണ്ട്. എത്ര, ഏതൊക്കെ വാർഡുകളിൽ? നമ്മളെല്ലാ വാർഡും 21, നമ്മുടെ പഞ്ചായത്തിൽ 21 വാർഡിൽ ആളുകളുണ്ട്. ഏകദേശം എല്ലാ വാർഡും പ്രാതിനിധ്യമുണ്ട്. നമ്മൾ 9 പേര് വീതം ഓരോ വാർഡിനുണ്ട്. ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ മുഴുവൻ ഏകദേശം വരുന്ന ഓരോ വാർഡിനും എല്ലാ നമ്മൾ കാണല് ദുർലഭമാണ്. അങ്ങനെ സംഭവം നമ്മൾ കാണില്ല. നമ്മള് പ്രായമുള്ള ആൾക്കാർക്ക് ഒരു എൻജോയ്മെന്റ് ഒന്നും നമ്മള് മക്കള് പോലും ചെയ്യാത്ത കേസാണല്ലോ. ഇപ്പൊ മക്കളൊന്നും ഇപ്പൊ കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട്, വാപ്പാനെ വീട് നോക്കാൻ ഏൽപ്പിക്കാം, ഉമ്മാനെ വീട് നോക്കാൻ ഏൽപ്പിക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മള് നിന്ന് കൊടുക്കണത്. അതില് ഇത് ചെയ്തത് നല്ലൊരു തന്നെയാണ്. എല്ലാരും വണ്ടിയില്, ഞങ്ങള് വണ്ടിയിലും ഉണ്ടല്ലോ, വണ്ടിയിൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വർഷാവർഷം ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും ഒന്നും കൂടി വിപുലമായിട്ട് ഓരോ വർഷവും ഒന്ന് വിപുലമായിട്ട്, കാരണം വണ്ടിന്റെ എണ്ണം കൂടും. അതായത് ആദ്യ വർഷം ഞങ്ങൾ പോകുമ്പോൾ നമുക്കൊരു ഇതിലൊരു നമ്മൾ വയോജനങ്ങളിൽ പോകുമ്പോഴുള്ള ഇതുണ്ടായിരുന്നു, ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് ആശങ്ക ഞങ്ങൾ ആസ്ഥാനത്താണ് എന്നുള്ളത് ആദ്യത്തെ പോക്കത്തിൽ ഞങ്ങൾ മനസ്സിലായി. അതോട് കൂടി വർഷം പിന്നെ കൂടി വരില്ലാതെ അപ്പോൾ ഒരു ഇങ്ങോട്ട് ചോദിക്കലോ എന്നാ പോകുന്നത്. അവരെ ഹാപ്പിയാണ്. നമ്മുടെ ചെയർമാനാണ്, ചെയർമാൻ സാർ. ഞങ്ങളെ ടീം സെറ്റാണ്, പൊളിയാണ്, വൈബാണ്. കാരണം ഈ ടീം ഇങ്ങനെ, താങ്ക് യു, ഈ ടീം സെറ്റ് ആയതുകൊണ്ടാണ് ഇത്ര 200 പേരെ സെറ്റായി കൊണ്ടുവരാനും സ്ഥലം കാണിക്കാനും ഇത്ര അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് വിനോദയാത്ര ചെയ്യാനും. പിന്നെ ആളുകൾക്ക് ഒരുപാട് സന്തോഷം. അവർക്ക് കുറച്ച് നേരത്തെ ഒരു മെന്റൽ ഹാപ്പിനെസ് ആണ് ഞങ്ങൾ ഈ പദ്ധതിയോട് ഉദ്ദേശിക്കുന്നത്. ഏതിനായാലും സന്തോഷം. ഞങ്ങളെ സംബന്ധിച്ചോളം അവരെ കൂടെ നിൽക്കാന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ മുതൽ അത് അനുഭവിച്ചു കൊടുക്കാൻ, ഫീൽ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളൊരു ഹാപ്പിയിലാണ്. കാരണം ഒരുപാട് ടെൻഷനുകളൊക്കെ ഉള്ള ആളുകളാണ് ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ. വീട്ടിലിരുന്നിട്ട് അടച്ചുകൂടി പള്ളിയിൽ പോവാ, വീട്ടിൽ വരിക. ശരിക്കും ഞങ്ങള് 1 ലക്ഷം രൂപ വെച്ചിട്ടായിരുന്നു ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അത് 2 ലക്ഷത്തിലേക്ക് ആക്കുകയും അത് 4 ബസ്സായി മാറുകയും, അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു, പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതിനൊന്നും വക വെക്കാതെ ഇതാ ഈ വൈകുന്നേരം ആയിപ്പോൾ ഏറ്റവും നന്നായിട്ട് ഓരോ ബസ്സിലും ടീമായിട്ട് കയറി എൻജോയ് ചെയ്ത് എല്ലാരും സൂപ്പറായി. 1 മുതൽ മാറി ഭക്ഷണം കഴിക്കാനും ഞങ്ങൾ അവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാന്, നടക്കാന്, ഇരിക്കാന്. ശരിയാണ്. ഇതില് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഞാൻ അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ എന്റെ പ്രിയപ്പെട്ട ഭരണസമിതി ജീവനക്കാർക്കാണ് ആദ്യം നന്ദി പറയണത്. കാരണം ഇത് ഒരുമിച്ച് ചെയ്യണ, കൂട്ടായി ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇത്ര മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടണ മറ്റൊരു പദ്ധതി ഇല്ല എന്ന് തന്നെ പറയാം. ഏതെന്നായാലും വയോജനങ്ങൾക്ക് വേണ്ടി അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടല്ലേ പ്രസിഡന്റ്? ഞങ്ങളൊക്കെ പൊളിയാണ്. ആണോ ഇവരായിട്ട് പാക്കേജ് വന്നിട്ടുള്ളത്? അതെ, നമ്മളാണ് പാക്കേജ് വന്നിട്ടുള്ളത്. എത്ര വണ്ടി വന്നിട്ടുള്ളത്? 4 വണ്ടി ഉണ്ട്. 4 വണ്ടി. എത്ര ആൾക്കാര്? 200 ആൾക്കാരാണ്. 200 ആൾക്കാർ മാനേജ് ചെയ്യാൻ കഴിയണ്ടോ? മാനേജ് ചെയ്യാറിനാല് നമ്മള് പിള്ളേരാണ്, എന്നാലും അടിച്ചു പൊളിക്കാണ്. കാരണം എന്താ വെച്ചാല് പ്രായമുള്ളവരാകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാം. നമ്മൾ മൂത്തവരാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് സോപ്പിട്ടിക്കാണ്ട് പറഞ്ഞാലും എന്നാലും ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് 4 വണ്ടിയിൽ ഓരോ ആൾക്കാരെ നമ്മൾ നോക്കാനാണ്, സെറ്റാക്കി നോക്കാനൊക്കെ. കാരണം ഓരോരുത്തരും മിക്സായ ഭയങ്കര പ്രശ്നമല്ല. അതിനനുസരിച്ചുള്ള ഓരോരുത്തരും ഓരോ ബസ്. ഞങ്ങളുടെ ട്രാവൽസിന്റെ പേര് മുസാഫിറാണ്. മുസാഫിർ ട്രാവൽസ് ആണ്. നമ്മളെ ചങ്ക് ബ്രോ നവാസ് മഞ്ഞിലാസിന്റെ കൂടെ ഒപ്പം എല്ലാത്തിനും പോരാത്തിന് ഡീൽസ് ഉണ്ട്, പോരാത്തിന് നമ്മളെ RDX ഉണ്ട്. ഏതായാലും എല്ലാവരും അടിച്ചു പൊളിച്ച് നമ്മളെ ട്രിപ്പും നമ്മളെ ഡ്രൈവർമാരും ക്ലീനർമാരും നമുക്ക് ഫുൾ സപ്പോർട്ട്. നമ്മളും അതിനനുസരിച്ച് ഡ്രൈവർമാർക്ക് ഫുൾ സപ്പോർട്ടാണ്. അടിച്ചു പൊളിച്ചിരിക്കണം. ഏതായാലും ഒന്നും പറയാനില്ല. ഇവരൊക്കെ ഹാപ്പിയാണ്. എന്താണ് നമ്മളെ പ്രസിഡന്റ് ഒലക്കണ്ടല്ല ഈ ടൂറിലെ പ്രത്യേകത എന്താ വെച്ചാല് പ്രസിഡന്റുമാര് വരെ വന്നിരിക്കണ്. യാർനഗർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വരെ നമ്മൾ വന്നിട്ടുണ്ട്. അവരെ വണ്ടി അതിലേക്ക് വേണ്ടിയിട്ടുണ്ട്.
അവര് നമുക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മളും വേണ്ട വിധം ഫുഡ് കാര്യങ്ങളൊക്കെ പ്രായമുള്ളവരാകുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നവാസിന് എന്താണ് അതിൽ പറയാനുള്ളത്? അടിപൊളി എല്ലാവരും നല്ല അടിപൊളി ഫുഡ്, ടൈമിങ്ങിൽ ഫുഡ് കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും സെറ്റ് ആയി കൊടുത്തു. ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ കൊണ്ടെടുക്കാറ കുറച്ച് ചില്ലറ പണിയൊന്നുമല്ല. ഒരു പ്രായമുള്ള ആൾക്കാരെ കൊടുത്തപ്പോ അറ്റിങ്ങൾ ചാടി കളിക്കുന്നതിന് ഞമ്മക്ക് സന്തോഷം. ഏത് വണ്ടിയിൽ പാണ്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോ അവര് ചാടി കളിക്കുമ്പോണ്ടല്ലോ നമ്മള് സ്വയം എന്തോ നമുക്ക് അങ്ങനത്തെ ആ പ്രായമുള്ള പിമ്മയൊക്കെ മരിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പം അത്രയും എഫക്റ്റ് ഇത്രയും പ്രായമുള്ള ആൾക്കാർക്ക്. മരുന്നാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് മെമ്പർമാരൊക്കെ വണ്ടികളുണ്ട്. ഓരൊക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഗുളിക കുടിക്കാനുള്ള ഒരു ഗുളിക കുടിക്കുക, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളി ട്രിപ്പ്, അടിപൊളി നിങ്ങളെ ഇതുണ്ടല്ലോ പാക്കേജ്, അതും അടിപൊളിയാണ്. കാരണം ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്ത് കൊണ്ടുനടക്കലോ എവിടെയും ഒരു പ്രശ്നങ്ങളോ ഇതുകളോ ഇല്ലാതെ പള്ളി നിസ്കാരത്തിന്റെ പള്ളി കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഈ ടൈമിങ്, ആ ടൈമിങ് ഇടല്ലോ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ടൈമിങ്, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ദിവസം കൊണ്ട് വയനാട് എവിടെയൊക്കെ കവർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞ ആ തല വരെ അടിപൊളിയാണ്. പരമാവധി ഞങ്ങൾ ഡ്രൈവേഴ്സ് എല്ലാവരും പരമാവധി അടുപ്പിച്ച് കൊടുത്ത് നിർത്തിയിട്ടാണ് നമ്മളൊക്കെ ഇറക്കിയിട്ടുള്ളത്. എല്ലാവരും എല്ലാ വണ്ടിയിലെ ആൾക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടിനാണ്. പിന്നെ നമ്മളെ മെയിൻ നമ്മളെ അപ്പണ് നമ്മളെ പാക്കേജിന്റെ ഹെഡ് നമ്മള് നിന്നെടുക്കാന്നുള്ളൂ. തല വരാണ് വാല് വരാണ് അല്ലേ? പക്ഷെ തലയും വാലും അല്ല, എല്ലാരും ഒറ്റ തലയായിട്ട് തന്നെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയതില് ഇതപ്പോ കാരാപ്പുഴ ഡാമിലാണ് ഇപ്പൊ ഉള്ളത്. ഈ ട്രിപ്പ് അടിച്ച് പൊളിച്ച് തീർന്നില്ലേ കൊടുക്കും. നിങ്ങളെ കൊടുന്ന പാക്കേജർ ആരാ? നമ്മളെ കൊണ്ടുവന്ന ടീം മുസഫിർ ടീമേരാണ്. അടിപൊളി ടീമാണ്, പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏർനഗർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാഫും ഭരണസമിതി അംഗങ്ങളെ പോലെ ഏറ്റവും മനോഹരമായിട്ട് ഈ വയോജനങ്ങളെ കെയർ ചെയ്യാൻ പറ്റിയൊരു ടീമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നബീൽ മുൻ വർഷങ്ങളിൽ ഞങ്ങളുടെ വിധവാ ടൂറൊക്കെ കൈകാര്യം ചെയ്തിരുന്ന അവരായിരുന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇങ്ങനൊരു പദ്ധതി വന്നപ്പോൾ നമ്മൾ നബീലിനെയാണ് മനസ്സിൽ കണ്ടത്. കാരണം കൊട്ടേഷൻ വരികയും അവരെന്നെ എടുത്താൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്തു. കാരണം ഭക്ഷണം മുതൽ യാത്ര മുതൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ വരെ ഏറ്റവും മനോഹരമായി A to Z കാര്യങ്ങൾ ചെയ്തു തരുന്ന ഏറ്റവും നല്ലൊരു ടീമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ഈ ടീമിന്, ഏർനഗർ ടീമിന്, മുസഫർ ടീമുമായി ബന്ധപ്പെട്ട് നബീലുമായി ബന്ധപ്പെട്ട് യാതൊരു സംശയമില്ല. ഇനി ഒരു പദ്ധതി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കുക നമ്മളെ ഈ ഒരു ടീമിനായിരിക്കും. എന്തെന്നാലും സന്തോഷം. ഇവരുടെ കൂടെ സപ്പോർട്ടും പിന്നെ പിന്തുണയും കൊണ്ടാണ് എത്രത്തോളം ഈ പദ്ധതി മനോഹരമായത്. ഡ്രൈവിംഗ് ഉൾപ്പെടെ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. അതിനൊരുപാട് ഡ്രൈവർമാർ, അതുപോലെ ഒരുപാട് പിന്നെ ഈ ടീമിൻ്റെ ഒരുപാട് അംഗങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കണം. നിങ്ങള് എവിടുന്നാ വന്നത്? എന്റെ ടൂർ ഒന്നാണ്. എവിടുന്ന് എന്താണ് ടൂർ? എന്താണ്? പഞ്ചായത്തെ. ആ, നിങ്ങള് എത്ര ആളുണ്ട്? രണ്ടാൾ. പിന്നെ എത്ര ബസ്സാണ് വന്നിട്ടുള്ളത്? 4 ബസ്സാണ്. എങ്ങനെ ടൂർ എങ്ങനെ അടിപൊളിയാ? സാറായില്ലേ? നല്ല മനസ്സൊക്കെ നല്ല ഹാപ്പി ആയി. ഇങ്ങനെ ടൂറ് വേണമെന്നാ പറഞ്ഞത്? വേണം, ഇടയ്ക്കിടയ്ക്ക് വേണം. ഉള്ളൂ. ആ, നിങ്ങളെ മെമ്പർ ആരാണ്? മെമ്പർ പ്രദീപ് അല്ലേ? നിങ്ങൾ എവിടുന്ന ടൂർ വരണേ? നമ്മള് അബ്ദുറഹ്മാൻ നഗറിന്. അത് എങ്ങനെ പഞ്ചായത്തിന്റെ ഇതിലാ? പഞ്ചായത്തിന്റെ ഇതില് എല്ലാ വർഷവും ഉണ്ടാവലുണ്ടോ? ടൂർ എങ്ങനെ പൊളിച്ചടക്കിയോ? പൊളിച്ചടക്കി. നിങ്ങളെ പേര് മുസ്തഫ. നിങ്ങളെ പേരോ? കുഞ്ഞുമുഹമ്മദ്. ഇവിടെ കുന്നുംപുറത്ത് തന്നെ വീട്? അല്ല, നമ്മള് പുതിയങ്ങാടി. നിങ്ങളോ? പുകയൂരോടെ കുന്നത്താ? നിങ്ങൾ വീക്കപ്പിടിക്കല്ലേ? എല്ലാരും ടൂർ അടിച്ചു പൊളിച്ചില്ലേ? ഉഷാറല്ല? ഭക്ഷണം ഫുഡ് കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? അപ്പൊ മെമ്പർക്ക് എന്താ താങ്ക്സ് എന്നാ പറയാനുണ്ടോ? മെമ്പർ നമ്മളെ മെമ്പർക്ക് താങ്ക്സ്. നിങ്ങൾ പ്രായമുള്ള ആൾക്കാരൊക്കെ എല്ലാവരും അല്ലല്ല പ്രായമുള്ളവർ എല്ലാവരും ഓരോ മരുന്ന് കുടിക്കുന്ന ആൾക്കാരൊക്കെ. ഓക്കെ, ഹാപ്പി.